ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓസ്ട്രിയയുടെ വിയന്ന സിറ്റിയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലാണ്. ഓസ്ട്രിയയിലെ വിയന്നയിലുള്ള ഒരു റോമൻ കത്തോലിക്ക ദേവാലയവും വിയന്ന അതിരൂപതയുടെ മാതൃ ദേവാലയവുമാണ് വിയന്നയിലെ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് ഷോൺബോണിൻ്റെ ഇരിപ്പിടവുമാണിത്. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ വിയന്നയുടെ പ്രതീകവും നഗരത്തിൻ്റെ കേന്ദ്രവും 136 മീറ്റർ ഉയരമുള്ള ഇത് ഓസ്ട്രിയയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണ്. നമ്മൾ ആ പള്ളിയുടെ വെളിയിലത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോമ്പൗണ്ടിലാണ്. ഇതാണ് മുന്നേ കാണുന്നതാണ് പള്ളി. അതിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നിറയെ ആൾക്കാരാണ്. നമ്മുടെ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഓസ്ട്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോതിക് കെട്ടിടമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റിപ്പബ്ലിക്കിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പര്യായമായി ഇത് ഒരു നാഴികക്കല്ലാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ നിർമ്മാണം 12-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുകയും നൂറ്റാണ്ടുകളായി അതിൻ്റെ ഇൻറ്റീരിയർ തുടർച്ചയായി മാറുകയും ചെയ്തു. 4 ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് 136 മീറ്റർ ഉയരമുള്ള ദക്ഷിണ ഗോപുരമാണ്. വിയന്നയിലുടനീളം ഭീമാകാരമായ കാഴ്ചയുള്ള ടവർ റൂമിൽ നിന്ന് 341 പടികളിലൂടെ എത്തിച്ചേരാം. ആകെ 13 മണികളാണ് ഇവിടെ തൂക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും അവയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഉമറിൻ 68 മീറ്റർ ഉയരമുള്ള വടക്കൻ ഗോപുരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വതന്ത്ര സ്വിംഗ് പള്ളിമണിയാണിത്. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ മേൽക്കൂരയിൽ രാജകീയ ഇമ്പീരിയൽ ഇരട്ട തല കഴുകനെയും വിയന്ന നഗരത്തിൻ്റെ കോട്ടിനെയും സൃഷ്ടിക്കാൻ വർണ്ണാഭമായ മേൽക്കൂര ടൈലുകൾ സ്ഥാപിച്ചു. നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിറയെ ആൾക്കാരാണ്. പള്ളിമുറ്റം നിറയെ ആൾക്കാരാണ്. നമ്മൾ അകത്തേക്ക് കയറുവാണ്. എന്താണ് യൂറോപ്പിലൊക്കെ മിക്കവാറും ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വാതിലുണ്ടെങ്കിലും 2 സൈഡ് വഴിയുള്ള വാതിൽ വഴിയാണ് സാധാരണ കയറുന്നത്. തണുപ്പിനെ പ്രതിരോധിക്കാനാണോ എന്നറിഞ്ഞുകൂടാ. നമ്മളകത്ത് കയറി ആദ്യമേ കയറി ചെല്ലുന്ന ഭാഗം പിന്നെ ആൾക്കാർക്ക്, ഈ കാഴ്ചക്കാർക്ക് ഫോട്ടോ എടുത്ത് നടക്കാനും അതുപോലെ തന്നെ വിസിറ്റേഴ്സിനുള്ള ഭാഗമാണ് നമ്മൾ ഈ കയറി ചെന്ന് ആദ്യ ഭാഗം എന്ന് വെച്ചാൽ പള്ളിയുടെ ഏറ്റവും പുറകിലത്തെ ഭാഗം. ആ പുറകിലത്തെ ഭാഗത്തിൻ്റെ കുറച്ച് മാറി അവിടെ ഒരു വേർതിരിവുണ്ട്. കമ്പി കൊണ്ട് തിരിച്ചിട്ടുണ്ട്. അകത്ത് കുർബാന നടക്കുകയാണ്. അപ്പോൾ കുർബാന കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറാം. വിസിറ്റേഴ്സിന് ആ കമ്പിവേലിയുടെ ഇപ്പുറം വരെയും പ്രവേശനമുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കുർബാന നടക്കുമ്പോൾ ഇതിലൂടെ കണ്ട് ഫോട്ടോ എടുത്തൊക്കെ നമുക്ക് നടക്കാൻ കുഴപ്പമില്ല. പക്ഷെ അകത്തേക്ക് കയറണമെങ്കിൽ, നമ്മൾ കുർബാന കാണുന്നവർക്കാണെങ്കിൽ അകത്തേക്ക് കയറി അവിടെ ഇരുന്ന് കുർബാന കണ്ടിട്ട് പോകാം. ഇത് നമ്മൾ ആ കയറി ചെല്ലുന്ന ഭാഗത്തെ ആണ്. ഇവിടെ എല്ലാം ഇങ്ങനെ ഈ റൗണ്ടിലുള്ള തിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കൂടുതലിങ്ങനെ കത്തിക്കാത്ത തിരികൾ ഇരിപ്പുണ്ട്. ഏതായാലും ഞാനും ഒരു തിരി എടുത്ത് കത്തിച്ചു വെച്ചു. എൻ്റെ പ്രാർത്ഥനകളെല്ലാം അത് കത്തിച്ചു വെച്ച് നടത്തി. അത് കഴിഞ്ഞ് പള്ളിയിലെ ഓരോ സ്ഥലവും ഇങ്ങനെ ഒപ്പിയെടുക്കാൻ തുടങ്ങി. നിരവധി ഈ പ്രതിമകൾ, ചെറുതും വലുതുമായ നിരവധി പ്രതിമകൾ ഈ പള്ളിയുടെ എല്ലാ ഭാഗങ്ങളിലുമായിട്ട്, തൂണുകളിലും നമ്മൾ ഏത് ഭാഗം എടുത്താലും അവിടെ ഒരു
നടുക്കോ മുകളിലോ താഴെയോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രതിമകൾ കാണും. നിറയെ അങ്ങനെയുള്ള രൂപങ്ങൾ കൊത്തിവെച്ചൊരു പള്ളിയാണ്. വളരെ മനോഹരമായൊരു പള്ളിയാണ്. നമുക്കിപ്പോൾ അകത്ത് തിരിയുടെ വെട്ടമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഈ അതിൻ്റെ ജനൽ വഴി വെളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ സൂര്യപ്രകാശം തട്ടിയുള്ള ലൈറ്റേ ഉള്ളൂ. നമുക്ക് ആ ഫ്രണ്ട് സൈഡിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് നമുക്ക് അടുത്ത് നിന്ന് നമുക്ക് ഇതെടുക്കാമായിരുന്നു, വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ഇപ്പോൾ അവിടെ കുർബാനയ്ക്ക് കാഴ്ച വസ്തുക്കളുമായിട്ട് പുരോഹിതൻ ബലിപീഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതെല്ലാം കുർബാന കാണാൻ വന്നവരാണ്. നമ്മൾ വിസിറ്റേഴ്സ് ഇതിന് പുറകിലാണ്. ഒരു ചെറിയ കമ്പിവേലി കൊണ്ടൊരു വേർതിരിവുണ്ട്. നമുക്ക് കുർബാന കാണണമെങ്കിൽ അകത്തേക്ക് പോയി അവിടെ ഇരുന്ന് കാണാം. വിലയേറിയ ബലിപീഠങ്ങൾക്കും സൈഡ് ചാപ്പലുകൾക്കും പുറമെ സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ച തിരുശേഷിപ്പുകൾ, ആരാധന ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ ആകർഷകമായ കത്തീഡ്രൽ നിധിയും കാണാം. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ നിരവധി പ്രമുഖർക്ക് അന്ത്യവിശ്രമം നൽകി. ഫെഡറിക് മൂന്നാമൻ ചക്രവർത്തിയെ അതിമനോഹരമായൊരു മാർബിൾ സാർക്കോഫാഗസിൽ സംസ്കരിച്ചു. ശവകുടീരത്തിൻ്റെ കവർ സ്ലാബിന് മാത്രം 8 ടൺ ഭാരമുണ്ട്. സാവോയിലെ യൂജിൻ രാജകുമാരൻ ഒരു സ്വകാര്യ ചാപ്പലിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1359 കത്തീഡ്രലിൻ്റെ ഗോതിക് പുനർനിർമ്മാണത്തിന് തറക്കല്ലിട്ട സ്ഥാപകൻ ഡ്യൂക്ക് റൂഡോൾഫ് നാലാമനാണ് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൻ്റെ കാറ്റക്കോമ്പുകളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു പല ഹാബ്സ്ബർഗുകളുടെയും വിയന്നീസ് കർദിനാളന്മാരുടെയും ആർച്ച് ബിഷപ്പുമാരുടെയും ശവകുടീരം കൂടിയാണിത്. തൂണുകളുടെയൊക്കെ മുകളിലുമൊക്കെ ഇങ്ങനെ രൂപങ്ങളും കൊത്തുപണികളൊക്കെ വളരെ മനോഹരമായ കൊത്തുപണികളുണ്ട്. നമുക്ക് അവിടെ ലൈറ്റ് ഇടാത്തതുകൊണ്ട് നമുക്ക് അതിനോട് അടുത്ത് അകത്തേക്ക് കയറി കുർബാന നടക്കുന്നുണ്ട്, അങ്ങോട്ട് കയറാനും മേലാത്തതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് വേണം അത് ഒപ്പിയെടുക്കാൻ. ജനാല വഴി സൂര്യൻ്റെ വെട്ടം പ്രകാശം വരുന്നുണ്ട്. നമ്മൾ ഈ കാഴ്ചക്കാരുടെ ഏരിയയിൽ നിറയെ ആൾക്കാരുണ്ട്. അവിടെ ഓരോ ചാപ്പലിലും ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിച്ച് ഏറ്റു പോകുന്നുണ്ട്. അതുകൂടാതെ സെൻട്രൽ ബലിപീഠത്തിൽ ദിവ്യബലി നടക്കുകയാണ്. സ്റ്റെഫിൻ്റെ നോർത്ത് ടവറിലെ ഒരു ലിഫ്റ്റ് നിങ്ങളെ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മണി കാണാൻ കൊണ്ടുപോകും. ഇത് പമ്മറിൻ അല്ലെങ്കിൽ ബൂമർ എന്നറിയപ്പെടുന്നു. നിങ്ങൾക്ക് ഊർജ്ജമുണ്ടെങ്കിൽ വിയന്നയുടെ അതുല്യമായ കാഴ്ചകൾ ആസ്വദിക്കാനും കത്തീഡ്രലിൻ്റെ 2,30,000 റൂഫ് ടൈലുകളിൽ ചിലത് സൂക്ഷ്മമായി കാണാനും നിങ്ങൾക്ക് ടമർ സ്റ്റ്യൂബിലേക്ക്, ടമർ സ്റ്റ്യൂബ് എന്ന് പറയുന്ന ടവർ റൂം 343 പടികൾ കയറാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ധൈര്യം തോന്നുന്നുവെങ്കിൽ കാറ്റക്കോമ്പുകൾ സന്ദർശിക്കാം. കാറ്റക്കോമ്പുകൾ എന്ന് പറയുന്നത് ഒരു ഭൂഗർഭ ശ്മശാന നിലവറയാണ്. ഇവിടുത്തെ മനോഹരമായ ഓരോ ചാപ്പലിൻ്റെയും ഒക്കെ ഓരോ
കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ കൊത്തുപണികളും ഫോട്ടോസ് ഈ പടങ്ങളുമായി കൊണ്ട് മനോഹരമായ പടങ്ങളും കൊണ്ട് മനോഹരമായ രൂപങ്ങളും പടങ്ങളും കൊണ്ട് വളരെ സമ്പന്നമാണ് ഈ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ഇവിടെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ ഈ സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ പര്യടനം ഇവിടെ തീരുവാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.